മുൻപന്തിയിൽ തന്നെ എത്താൻ കഴിയും. മുന്നിലെത്തിയിട്ട് മാത്രമേ പ്രൊബേഷൻ ഓഫീസറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഡിസ്കവറിംഗ് ന്യൂ ഫാക്ട്, വെരിഫൈങ് ഓൾഡ് ഫാക്ട്. എന്താ രണ്ട് സെന്റൻസ് അല്ലെങ്കിൽ രണ്ട് ഘട്ടമായിട്ടാണ് നമുക്ക് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരുന്നത്. പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇവയെല്ലാം തന്നെ ഡേറ്റ പ്രോസസ്സിങ്ങിനുള്ളിൽ വരുന്നതാണ്. നമ്മൾ ഫീൽഡിൽ പോകുന്നു, ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ഇന്റർവ്യൂ ഷെഡ്യൂൾ കൊടുത്തു, ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രൊബേഷൻ ഓഫീസർ നോട്ടിഫിക്കേഷൻ വന്നു, നമ്മൾ അപ്ലൈ ചെയ്തു, അതിന്റെ പഠനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്ത് ഇനിയും എൻട്രിയിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്നതാണ്. ജസ്റ്റ് ഈ കാണുന്ന അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തു പോകുന്ന ഫോൺ നമ്പറുമായിട്ടോ അതല്ല കമന്റ്സ് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് സംബന്ധിച്ച് ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ PG ലെവൽ PSC എക്സാമുകൾ നടത്തുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് അത്യാവശ്യം വലിയൊരു സിലബസ് ആയിരിക്കും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ഈ ഒരു പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് 2 തസ്തികയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കുമ്പോൾ അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അത്യാവശ്യം ഒരു മൈക്രോ ലെവൽ അല്ലെങ്കിൽ ലെവലായിട്ടുള്ളൊരു സിലബസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നല്ല വിശാലമായൊരു സിലബസ് അല്ല, അത്യാവശ്യം അടുക്കും ചിട്ടയുമുള്ളൊരു സിലബസ് ആണ്. അത് നല്ല രീതിയിൽ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് മാർക്കിൽ മുൻപന്തിയിൽ അല്ലെങ്കിൽ റാങ്കിൽ മുൻപന്തിയിൽ തന്നെ എത്താൻ കഴിയും. മുന്നിലെത്തിയിട്ട് മാത്രമേ പ്രൊബേഷൻ ഓഫീസറിനെ സംബന്ധിച്ചിടത്തോളം കാര്യമുള്ളൂ. അപ്പം ഇനിയും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്മുടെ ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതുമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സിലബസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. നിങ്ങൾ പലരും ഡിഗ്രിക്കും അതുപോലെ തന്നെ PGക്കൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. മെത്തേഡ്സ് ഇൻ സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്ന പാഠഭാഗം അല്ലെങ്കിൽ സിലബസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു മേഖലയാണ് നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോഷ്യൽ റിസർച്ചിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പദം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ റിസർച്ച് എന്ന് പറയുന്ന ടേം നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരും റിസർച്ച് ആണ് അല്ലേ, സെർച്ച് അല്ല റീസെർച്ച് ആണ്. ഏതോ ഒന്നിനെ നമ്മൾ വീണ്ടും സെർച്ച് ചെയ്യുന്നു. ഇവിടെ ഞാൻ പറഞ്ഞു സോഷ്യൽ റിസർച്ചിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞു. സോഷ്യൽ റിസർച്ച് എന്ന സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. സൊസൈറ്റിയിലെ ഫിനോമിനെ കുറിച്ച്, സൊസൈറ്റിയിലെ പ്രതിഭാസങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. സൊസൈറ്റിയിൽ ഒരു പ്രതിഭാസം നടക്കുന്നു, സൊസൈറ്റിയിൽ ഒരു പ്രശ്നം നടക്കുന്നു, ഒരു പ്രോബ്ലം നടക്കുന്നു. ആ പ്രോബ്ലത്തെ കുറിച്ചാണ് നമ്മൾ റിസർച്ച് നടത്തുന്നത്. ഇവിടെ ഓർക്കുക, സോഷ്യൽ സയൻസ് റിസർച്ച് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ആക്ട് ഓഫ് റീ എക്സാമിനിങ് ദ സോഷ്യൽ വേൾഡ്. റിസർച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ പലർക്കും അറിയാവുന്നതാണ് അല്ലെ, നമ്മൾ ഓൾറെഡി ഒരു വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, ഓൾറെഡി ഒരു സോഷ്യൽ പ്രോബ്ലം ഉണ്ടായിരിക്കും. ആ സോഷ്യൽ പ്രോബ്ലത്തെ കുറിച്ച് വീണ്ടും നമ്മൾ റിസർച്ച് നടത്തുകയാണ്. ദാറ്റ് ഈസ് റീ എക്സാമിനിങ് ദ സോഷ്യൽ വേൾഡ് എന്ന് അർത്ഥമാക്കുന്നു. ഇപ്പോൾ ആൽക്കഹോളിസം എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ആ സമൂഹത്തിൽ എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു, സൊസൈറ്റി മാത്രമല്ല ഫാമിലി എത്രമാത്രം അഫക്റ്റ് ചെയ്യുന്നു, ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ പേഴ്സന്റെ ഹെൽത്തിനെ എത്രമാത്രം അതിന്റെ കൺസെപ്റ്റ് അഫക്റ്റ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ റിസർച്ച് ആക്ടിവിറ്റീസ് ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ടുണ്ട്. അപ്പൊ ഡ്രഗ്സും ആൽക്കഹോളിസവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ, ഒരുപാട് റിസർച്ച് ആക്ടിവിറ്റീസ് ഇന്ന് നടക്കുന്നുണ്ട്. അപ്പൊ മുൻപ് നടന്നതിൽ നിന്നും പുതുതായിട്ട് എന്തെങ്കിലും അവിടെ കണ്ടെത്താനുള്ള ശ്രമമാണ് റിസർച്ച് എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത്. ഒപ്പം റീ എക്സാമിനിങ് ദ സോഷ്യൽ വേൾഡ് വിത്ത് ദ ഗോൾ ഓഫ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓർ എക്സ്പ്ലെയിനിങ് വൈ ഓർ ഹൗ പീപ്പിൾ ബിഹേവ്. എന്തുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ പെരുമാറുന്നു, എന്തുകൊണ്ട് സൊസൈറ്റിയിൽ ഇങ്ങനെ പ്രതിഭാസം ഉണ്ടാകുന്നു, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, ഈ പ്രശ്നം എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഈ രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡ്, ഇതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് നമുക്ക് എന്തെന്ന് വിളിക്കാൻ കഴിയുന്നത്, റിസർച്ച് എന്ന് പറയാൻ കഴിയുന്നത്. അപ്പോൾ ദ വേർഡ് റിസർച്ച് ക്യാൻ ബി ഇന്റർപ്രറ്റ് ആസ് എ റിന്യൂവ്ഡ് സെർച്ച് അല്ലെ, പുതുതായിട്ട് നമ്മളൊന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ റീ എക്സാമിനേഷൻ നടത്താൻ ശ്രമിക്കുന്നു. റിസർച്ച് ഇൻ social sciences seek to add to the existing knowledge about the reality അല്ലെ, എക്സിസ്റ്റിംഗ് നോളജ് അബൌട്ട് ദ റിയാലിറ്റി, സൊസൈറ്റിയിലുള്ള റിയാലിറ്റിയെ കുറിച്ചാണ് ഇവിടെ പഠനം നടത്തുന്നത്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പഠനം നടത്തുന്നു, സോഷ്യൽ പ്രോബ്ലംസിനെ കുറിച്ച് പഠനം നടത്തുകയാണ് സോഷ്യൽ സയൻസ് റിസർച്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ടൺ ഡെഫിനിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്.
നമ്മുടെ മീനിങ് ഓഫ് സോഷ്യൽ റിസർച്ചുമായി PV യങ്ങിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷനാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം പറയുന്നത് റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഡിസ്കവറിംഗ് ന്യൂ ഫാക്ട്, വെരിഫൈങ് ഓൾഡ് ഫാക്ട്. എന്താ, രണ്ട് സെന്റൻസ് അല്ലെങ്കിൽ രണ്ട് ഘട്ടമായിട്ടാണ് നമുക്ക് നിർവചനത്തെ എടുക്കാം. ഇവിടെ ഡെഫിനിഷൻസ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമുക്ക് ഈ ഡെഫിനിഷൻ തന്നിട്ട് ആരുടെ കോഡിംഗ് ആണ് എന്ന രീതിയിലൊക്കെ നമ്മോട് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിന്റെ ചെറിയ ഭാഗം നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ട് ആ രീതിയിൽ നമ്മോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ദ റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഡിസ്കവറിംഗ് ന്യൂ ഫാക്ട്. റിസർച്ച് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഡിസ്കവർ ചെയ്യുന്നു, കണ്ടെത്തുന്നു, ന്യൂ ഫാക്ട് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അതല്ലെങ്കിൽ ന്യൂ ഫാക്ട് ഓർ വെരിഫൈങ് ഓൾഡ് ഫാക്ട്. നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രോബ്ലം, ഒരു ഫിനോമിന, ഒരു പ്രതിഭാസം, ഒരു സോഷ്യൽ പ്രോബ്ലം നടക്കുന്നു, ആ ഒരു വെരിഫൈ ചെയ്യുന്നു ആ ഓൾഡ് ഫാക്ട്, അതിനുള്ള കാരണം ഇതാണോ അല്ലെങ്കിൽ പുതുതായിട്ടൊരു കാരണമുണ്ടോ എന്നുള്ളതിനെ വെരിഫൈ ചെയ്യുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റിസർച്ച് എന്ന് പറയുമ്പോൾ പുതുതായിട്ടൊന്നും കണ്ടെത്തുന്നില്ല എന്നർത്ഥമാക്കരുത്. പുതുതായിട്ടൊന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നു, അതുപോലെ തന്നെ വെരിഫൈ ചെയ്യുന്നു ഓൾഡ് ഫാക്ട്സ്, ഒപ്പം തന്നെ ദെയർ സീക്വൻസസ്, ഇന്റർ റിലേഷൻഷിപ്പ്, കോസൽ എക്സ്പ്ലനേഷൻ വിച്ച് ആർ ഗവേൺ ദം. എന്തൊക്കെയാണ് അതിന് തന്നെ സീക്വൻസ് വെരിഫൈ ചെയ്യുന്നു, ഓൾഡ് ഫാക്ട് വെരിഫൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ദ സീക്വൻസസ്, ഇന്റർ റിലേഷൻഷിപ്പ്, അവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞു ആൽക്കഹോളിസത്തിന്റെ യൂസ് കാരണം ഒരാളുടെ ഹെൽത്ത് കണ്ടീഷനെ ഓസ്റ്റായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്റർ റിലേഷൻഷിപ്പ് ആയിട്ട് പറയാം അല്ലെ. അതുപോലെ തന്നെ ആ സൊസൈറ്റിയെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്, നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഒരു ഇന്റർ റിലേഷൻഷിപ്പിന് പറയാം. കോസൽ എക്സ്പ്ലനേഷൻ, അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ, ഇലിറ്ററസി കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നു, ക്രൈംസിന്റെ എണ്ണം വർദ്ധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആൽക്കഹോളിസം ഉപയോഗിക്കുന്ന സൊസൈറ്റിയിൽ ക്രൈമിന്റെ എണ്ണം വർദ്ധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആൽക്കഹോളിസത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഡ്രഗ്സിന്റെ അളവ് ഫോർ എക്സാമ്പിൾ ആക്സിഡന്റിന്റെ അളവ് വർദ്ധിക്കുന്നുണ്ടോ, തുടങ്ങിയ രീതിയിലൊക്കെ തന്നെ നമുക്ക് ഇന്റർ റിലേഷൻഷിപ്പും കോസൽ എക്സ്പ്ലനേഷൻസും നമുക്ക് കൊടുക്കാൻ കഴിയുന്നു. ആൻഡ് ദ നാച്ചുറൽ ലോസ് വിച്ച് ഗവേൺ ദം. അവസാനം നമ്മളൊരു നാച്ചുറൽ ആയിട്ട് ലോസിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഇതാണ് സിമ്പിൾ ആയിട്ട് റിസർച്ചിനെ കുറിച്ച് PV യങ് പറഞ്ഞിരിക്കുന്ന വളരെ ഫേമസ് ആയൊരു ഡെഫിനിഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ ടേംസും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഡിസ്കവറിംഗ് ന്യൂ ഫാക്ട്സ്, വെരിഫൈങ് ഓൾഡ് ഫാക്ട്സ്, ദെയർ സീക്വൻസസ്, ഇന്റർ റിലേഷൻഷിപ്പ്, കോസൽ എക്സ്പ്ലനേഷൻസ് ആൻഡ് ദ നാച്ചുറൽ ലോസ് വിച്ച് ഗവേൺ ദം. ആര് പറഞ്ഞു? PV യങ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൊബേഷൻ ഓഫീസറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോടതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, ക്രൈമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ കാര്യങ്ങളായിരിക്കും നമ്മുടെ ജോബിന്റെ ഡിസ്ക്രിപ്ഷൻ ആയിട്ടൊക്കെ വരുന്നത്. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ക്രൈം എന്തുകൊണ്ട് ജുവനൈൽ ഡെലിൻക്വൻസി കൂടുന്നു, അതിനുള്ള കോസ് ആൻഡ് റിലേഷൻഷിപ്പ് അല്ലെ, നമ്മൾ ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിക്കുന്നു. അപ്പോൾ നമ്മൾ സോഷ്യൽ പ്രോബ്ലംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓരോ രീതിയിലുള്ള സോഷ്യൽ പ്രോബ്ലംസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല രീതിയിലുള്ള സോഷ്യൽ പ്രോബ്ലംസ് നമ്മൾ ഡിഗ്രി ലെവലിലെ സോഷ്യോളജിക്കാരാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ എങ്ങനെ സമൂഹത്തെ അഫക്റ്റ് ചെയ്യുന്നു, ഇതിന്റെ കോ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഇമ്പാക്ട് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഒക്കെ തന്നെയാണ് റിസർച്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ്, നമുക്ക് PYQ, നമുക്ക് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വരുന്നത്. പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പരിശോധിക്കുമ്പോൾ സ്റ്റെപ്സ് ഓഫ് റിസർച്ച് പ്രോസസ്സ്, റിസർച്ചിന്റെ സ്റ്റെപ്പ് നമുക്ക് ചോദിക്കാം. ഈ സ്റ്റെപ്പ് തിരിച്ചും മറിച്ച് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് ഈ സ്റ്റെപ്പ് ഓരോന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സോഷ്യൽ പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്യുന്നു, അത് കണ്ടെത്തുന്നു. ആ ഫസ്റ്റ് സ്റ്റെപ്പാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പായിട്ട് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ നേരെ ഇറങ്ങിച്ചെന്ന് സൊസൈറ്റിയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്, സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അവിടെ വെറുതെ നിൽക്കുകയാണോ? അല്ല, അവിടെ സമൂഹത്തിൽ നമ്മൾ പഠനം നടത്താൻ തീരുമാനിക്കുന്ന സൊസൈറ്റിയിൽ ആ സൊസൈറ്റി ഒരു പ്രോബ്ലം ഉണ്ടാകുന്നു. ഫോർ എക്സാമ്പിൾ നിപ വൈറസിന്റെ പ്രശ്നം നമ്മൾ കണ്ടിട്ടുണ്ട്. കോഴിക്കോട് ആ ഒരു പ്രത്യേക ഏരിയയിൽ മാത്രം വന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മൾ എപ്പിഡമിക് ഡിസീസ് പ്രകാരം അല്ലെങ്കിൽ ആ രീതിയിലുള്ള റിസർച്ച് ആക്ടിവിറ്റീസ് നടന്നു. എന്തുകൊണ്ട്
എന്തുകൊണ്ട് ആ ഒരു പ്രദേശത്ത് മാത്രം ആ പ്രോബ്ലം ഉണ്ടായി. ദാറ്റ് ഈസ് ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം. നമ്മൾ ആ പ്രോബ്ലത്തെ ഐഡന്റിഫൈ ചെയ്യുന്നു. ആ സൊസൈറ്റിയിൽ മാത്രം പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു എപ്പിഡമിക് ഡിസീസ് പടർന്നു പിടിക്കാൻ, അവിടുത്തെ സോഷ്യൽ കോസസ് എന്തെങ്കിലും ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠനം നടത്തുന്നു. രണ്ടത് റിവ്യൂയിങ് ഓഫ് ലിറ്ററേച്ചർ. ഇതിന് രണ്ടാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പഠിക്കാൻ എടുക്കുന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ സോഷ്യൽ പ്രോബ്ലവുമായി ബന്ധപ്പെടുത്തി ഇതിന് മുമ്പ് ലിറ്ററേച്ചർ വർക്കുകൾ എന്തെങ്കിലും ഉണ്ടോ, അതാണ് നമ്മൾ രണ്ടാമത് എടുക്കുന്നത്. മൂന്നാമത്തേത് നമ്മൾ ഹൈപ്പോതീസിസ് ഫോർമുലേറ്റിംഗ് എ ഹൈപ്പോതീസിസ്. നമുക്കറിയാം ഹൈപ്പോതീസിസ് എന്ന് പറയുന്ന ഒരു ടെന്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദ വാലിഡിറ്റി ഓഫ് വിച്ച് റിമെയിൻസ് ടു ബി ടെസ്റ്റഡ് അല്ലേ. അത് രണ്ട് വാലിഡിറ്റി ആണ്. അത് നമ്മൾ എടുക്കുന്ന ഹൈപ്പോതീസിസ് ചിലപ്പം ശരിയാകണമെന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അത് തെറ്റാകാം. ദ വാലിഡിറ്റി ഓഫ് വിച്ച് റിമെയിൻസ് ടു ബി ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ പറയുന്നു ഫോർ എക്സാമ്പിൾ ഇലിറ്ററേറ്റ് ആയ സൊസൈറ്റിയിലാണ് ആൽക്കഹോളിസം ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതൽ എന്ന് പറയുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പഠനം നടത്തുന്നു. ചിലപ്പോൾ അത് ശരിയാകില്ല. ആ ഒരു എന്താണ് ഹൈപ്പോതീസിസ് തെറ്റാകാം. ദാറ്റ് ഈസ് നമ്മൾ മൂന്നാമതായി ഹൈപ്പോതീസിസ് ഫോർമുലേഷനിലേക്ക് പോകുന്നു. 4 പ്രിപ്പയറിംഗ് ദ റിസർച്ച് ഡിസൈൻ. നമ്മൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്ന നാലാമത്തേലേക്കാണ് നമ്മൾ പോകുന്നത്. അഞ്ചാമതായിട്ട് പോകുന്നത് ഡേറ്റ കളക്ഷൻ ആണ്. ഹൈപ്പോതീസിസ് നമ്മൾ ബിൽഡ് ചെയ്യുന്നു. നമ്മുടെ റിസർച്ച് ഡിസൈൻ എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. അതാണ് പ്രിപ്പയറിംഗ് ദ റിസർച്ച് ഡിസൈൻ. അതിനുശേഷം നമ്മൾ ഫീൽഡിലേക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങുന്നു, ഡേറ്റ കളക്ഷൻ നടത്തുന്നു. കളക്ട് ചെയ്ത ഡേറ്റ നമ്മൾ എന്താ ചെയ്യുന്ന, ഡേറ്റ അനാലിസിസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡേറ്റ അനാലിസിസ്. ആൻഡ് ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്റർപ്രിട്ടേഷൻ ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട് എന്ത് ചെയ്യുന്നു, ഇന്റർപ്രിട്ടേറ്റ് ചെയ്യുന്നു. നമ്മൾ കളക്ട് ചെയ്ത് ഡേറ്റയെ അനാലിസിസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്റർപ്രിട്ടേഷനും പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട് അല്ലെ റിസർച്ച് റിപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ 7 രീതികളിൽ കൂടിയാണ് റിസർച്ച് പ്രോസസ്സ് നടന്നു പോകുന്നത്. ഈ 7 രീതി തെറ്റിച്ച് തരാം, ഇതിൻ്റെ ഓർഡർ നമ്മളുടെ മുന്നിൽ തെറ്റിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ ആ ഓർഡർ മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കൽ കൂടി പറയുന്നു, ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം, റിവ്യൂയിങ് ഓഫ് ദ ലിറ്ററേച്ചർ, ഫോർമുലേറ്റിംഗ് എ ഹൈപ്പോതീസിസ്, പ്രിപ്പയറിംഗ് ദ റിസർച്ച് ഡിസൈൻ, ഡേറ്റ കളക്ഷൻ, ഡേറ്റ അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട്. ഇതിൽ ഫസ്റ്റ് പറയേണ്ടതൊന്നുമില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്ന ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം എന്ന് പറയുന്നത് ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഫോർ ഐഡന്റിഫൈയിങ് എ പ്രോബ്ലം ഈസ് ആസ്കിങ് ക്വസ്റ്റ്യൻ ഓഫ് ഐഡന്റിഫൈയിങ് എ നീഡ് ദാറ്റ് അറൈസസ് ആസ് എ റിസൾട്ട് ഓഫ് ക്യൂരിയോസിറ്റി ആൻഡ് ടു വിച്ച് ഇറ്റ് ബിക്കം നെസസറി ടു ഫൈൻഡ് ആൻ ആൻസർ. നമ്മൾ എടുക്കുന്ന സോഷ്യൽ പ്രോബ്ലം അത് ആ സൊസൈറ്റിയിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എത്രമാത്രമാണ്, ആ ഒരു സോഷ്യൽ പ്രോബ്ലത്തെ കൊണ്ട് പഠിച്ചിട്ട് അതിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ഒരു റിസർച്ചിൽ നമ്മൾ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ നിപ വൈറസിന്റെ കാര്യം ആഫ്രിക്കയിൽ നമ്മൾ ഓരോ രാജ്യങ്ങൾ എടുത്ത് പരിശോധിക്കുന്നു. മലേഷ്യ അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ നമ്മൾക്ക് ലിറ്ററേച്ചർ റിവ്യൂസ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കും. ഈ ഒരു എപ്പിഡമിക് ഡിസീസ് ഇതിനു മുന്നേ പലയിടങ്ങളിലും പടർന്നു പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലിറ്ററേച്ചർ റിവ്യൂ നമ്മൾ എടുത്ത് പരിശോധിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ലിറ്ററേച്ചർ റിവ്യൂവുമായി ബന്ധപ്പെട്ട് ഫോർ ഐഡന്റിഫൈയിങ് എ ഗുഡ് സോൾവബിൾ പ്രോബ്ലം ദ ഇൻവെസ്റ്റിഗേറ്റർ അണ്ടർടേക്ക് ദ റിവ്യൂയിങ് ഓഫ് ലിറ്ററേച്ചർ. എ ബോഡി ഓഫ് പ്രയർ വർക്ക് റിലേറ്റഡ് ടു എ റിസർച്ച് പ്രോബ്ലം ഈസ് റെഫേർഡ് ടു ആസ് ലിറ്ററേച്ചർ. ഒരു റിസർച്ചിൻ്റെ പ്രയർ വർക്കായിട്ട് ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വേണമെങ്കിൽ MCQ ആയിട്ട് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പരിശോധിക്കുമ്പോൾ UGC പോലെയുള്ള എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് പരിശോധിക്കുമ്പോൾ അവിടെയും നമുക്ക് ഒരു MCQ ക്വസ്റ്റ്യൻ കാണാൻ കഴിയുന്നു. എ ബോഡി ഓഫ് പ്രയർ വർക്ക് related to a research problem is referred to as a literature എന്നൊരു കാര്യം ഓർക്കുക. സയന്റിഫിക് റിസർച്ച് ഇൻക്ലൂഡ് എ റിവ്യൂ ഓഫ് റെലവൻറ്റ് ലിറ്ററേച്ചർ. സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് സ്റ്റഡിയാണ്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുവാൻ കഴിയുമോ? ഇല്ല, അതിനൊരു സ്റ്റെപ്പ് ഉണ്ട്. ഈ ഒരു സയന്റിഫിക് ആയിട്ട് നമ്മൾ സോഷ്യൽ പ്രോബ്ലത്തെ അനാലിസിസ് ചെയ്യുന്നു. ആ സോഷ്യൽ പ്രോബ്ലം എന്തുകൊണ്ട് ആ സൊസൈറ്റിയിൽ ഉണ്ടാകുന്നു, ആ സോഷ്യൽ പ്രോബ്ലത്തിൻ്റെ കോസസ് അതിനെ കുറിച്ചാണ് നമ്മൾ അന്വേഷിച്ച് പോകുന്നത്. ആ സോഷ്യൽ പ്രോബ്ലം എത്രമാത്രം സൊസൈറ്റി
ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു, ഇതിൻ്റെ അവസാനം കൺക്ലൂഷൻ ആയിട്ടാണ് നമ്മൾ എത്തിച്ചേരുന്നത്, ഇതിൻ്റെ ഫൈൻഡിങ്സ്, ഇതെങ്ങനെ നമുക്ക് സമൂഹത്തിൽ തുടച്ചു നിൽക്കുവാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും നമ്മൾ ആ ഒരു റിസർച്ച് വർക്കിൽ അവലോകനം ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് നടന്ന റിസർച്ച് വർക്കുകളുടെ ആ ഒരു സോഷ്യൽ റിസർച്ച് വർക്കിനെ സയൻറ്റിഫിക് ആയിട്ട് നടന്നിട്ടുള്ള വർക്കുകളും അനുബന്ധമായിട്ടുള്ള വിവരങ്ങൾ, ലിറ്ററേച്ചർ റിവ്യൂ ഒക്കെ തന്നെ റീഡ് ചെയ്തതിന് ശേഷമായിരിക്കും റിസർച്ചർ സൊസൈറ്റിയിലേക്ക് ആ ഒരു മേഖലയെക്കുറിച്ച് പഠനം നടത്താൻ മുന്നോട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. ഹൈപ്പോത്തീസിസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഫോർമുലേറ്റിംഗ് എ ഹൈപ്പോത്തീസിസ്. ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. പലപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു വേർഡാണ് അല്ലെ. ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഇത് കാണുമ്പോഴേ നമുക്ക് ഉത്തരം എഴുതാൻ കഴിയണം. ഇറ്റ് ഈസ് എ ഹൈപ്പോത്തീസിസ് ഇസ് എ ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ദ വാലിഡിറ്റി ഓഫ് വിച്ച് റിമെയിൻസ് ടു ബി ടെസ്റ്റഡ്. രണ്ട് വേരിയബിൾ തമ്മിലുള്ള ആ വാലിഡിറ്റി, രണ്ട് വേരിയബിളിനെ കുറിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. രണ്ട് വേരിയബിൾ തമ്മിലുള്ള വാലിഡിറ്റിയെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഹൈപ്പോത്തീസിസ് ഉപയോഗിക്കുന്നത്. രണ്ട് വേരിയബിൾ നമുക്ക് എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ആൽക്കഹോളിസം, അത് ഏറ്റവും കൂടുതൽ ഒരു ഏജ് ഗ്രൂപ്പ് എടുക്കുന്നു. യൂത്ത് അല്ലെങ്കിൽ 25-നും 30-നും ഇടയിലുള്ളവരുടെ ഇടയിലാണ് ആൽക്കഹോളിസത്തിന്റെ അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരുടെ എണ്ണം അല്ലെങ്കിൽ കൂടുതൽ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നു. അപ്പൊ ഏജ് വെച്ചുകൊണ്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു. ദെൻ നമ്മൾ സ്റ്റഡി നടത്തുന്നു അല്ലെ. സൊസൈറ്റിയിൽ പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ എടുത്ത് നിങ്ങൾ മദ്യപിക്കുന്നുണ്ടെങ്കിൽ അവർ അഡിക്റ്റഡ് ആണോ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് സ്റ്റഡി നടത്തുന്നു. ആ സ്റ്റഡിയുടെ ഫൈൻഡിങ്സ് ആയിട്ട് നമുക്കിത് പ്രൂവ് ചെയ്യാൻ കഴിയണം. അതാ അവിടെ ഉദ്ദേശിക്കുന്നത്. ഹൈപ്പോത്തീസിസ് എ ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ദ വാലിഡിറ്റി ഓഫ് വിച്ച് റിമെയിൻസ് ടു ബി ടെസ്റ്റ്. രണ്ട് വേരിയബിൾ തമ്മിലുള്ള അത് ടെസ്റ്റ് ചെയ്യുവാനാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അത് നമ്മൾ ചിലപ്പോൾ സ്റ്റഡി നടത്തി മുന്നോട്ട് പോകുമ്പോൾ ഡേറ്റ കളക്ട് ചെയ്ത് ഡേറ്റ അനാലിസിസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അത് ചിലപ്പോൾ പ്രൂവ് ആകാതെയും ഇരിക്കാം. ദ ഹൈപ്പോത്തീസിസ് ഈസ് ടു ഡ്രോ ദ പോസിറ്റീവ് ഓർ നെഗറ്റീവ് കോസ് ആൻഡ് എഫക്ട് ദ ആസ്പെക്ട് ഓഫ് എ പ്രോബ്ലം. Hypothesis narrow down the area of research and keep research on the right path. അടുത്തത് നമ്മൾ പോകുന്നത് ഹൈപ്പോത്തീസിസിന്റെ അടിസ്ഥാനത്തിലാണ് റിസർച്ച് ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. എന്താണ് ഞാൻ സ്റ്റഡി നടത്തേണ്ടത്, ഏതൊക്കെ വേരിയബിൾ ഞാൻ സെറ്റ് ചെയ്യണം, എൻ്റെ സ്റ്റഡി ഏരിയ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ റിസർച്ച് ബിൽഡ് ചെയ്യപ്പെടുന്നത് ഈ പറയപ്പെടുന്ന ഹൈപ്പോത്തീസിസിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനുശേഷമാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ആഫ്റ്റർ ആസ്കിംഗ് ദ ക്വസ്റ്റ്യൻസ് ആൻഡ് ക്രിയേറ്റ് എ ഹൈപ്പോത്തീസിസ് ഫോർ ദം, ദ research design is prepared by the researcher. It can draw conceptual structure of the problem. അല്ലേ, നമ്മൾ റിസർച്ച് ഡിസൈൻ ചെയ്യുകയാണ്. നമ്മൾ റിസർച്ചിന്റെ ഡിസൈൻ, ദാറ്റ് ഈസ് കൺസെപ്ച്വൽ സ്ട്രക്ചർ ഓഫ് ദ പ്രോബ്ലം എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ ഡേറ്റ കളക്ഷനിലേക്ക് എത്തിപ്പെടുന്നത്. നമുക്കറിയാം ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിലുള്ള പ്രൈമറി ഡേറ്റ കളക്ഷനുമുണ്ട്, സെക്കൻഡറി ഡേറ്റ കളക്ഷനുമാണ് ഉള്ളത്. അവിടെ ഡേറ്റ കളക്ഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് job for researcher. That collection of information must include fact from the following two categories. നേരത്തെ പറഞ്ഞു primary data collection and secondary data collection. ഇതിൽ once data is collected, it is forwarded for analysis, which is most technical job. Data analysis can be divided into two categories. First നമ്മൾ ഡേറ്റ അനാലിസിസിനെ നമുക്ക് രണ്ട് കാറ്റഗറീസ് ആയിട്ട് തരംതിരിക്കാൻ കഴിയുന്നു. ഒന്നെന്ന് പറയുന്നത് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നു, രണ്ടാമത്തേത് ഡേറ്റ എക്സ്പോസിഷൻ എന്നും പറയുന്നു. ഡേറ്റ പ്രോസസ്സിംഗ് ഈസ് സബ് ഡിവൈഡഡ് ഇൻടു ഫോളോയിങ്. ഡേറ്റ പ്രോസസ്സിങ്ങിനെ ഡേറ്റ എഡിറ്റിംഗ്, ഡേറ്റ കോഡിംഗ്, ഡേറ്റ ക്ലാസിഫിക്കേഷൻ, ഡേറ്റ ടാബുലേഷൻ, ഡേറ്റ പ്രസന്റേഷൻ, ഡേറ്റ മെഷർമെന്റ്, ഇവയെല്ലാം തന്നെ ഡേറ്റ പ്രോസസ്സിങ്ങിനുള്ളിൽ വരുന്നതാണ്. നമ്മൾ ഫീൽഡിൽ പോകുന്നു, ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ഇന്റർവ്യൂ ഷെഡ്യൂൾ കൊടുത്തു, ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത്. അവിടെ പോകുമ്പോൾ അതേ ആർ ഇല്ലിറ്ററേറ്റ് ആണ്. അവരുടെ മുന്നിലേക്ക് നമുക്കൊരു ക്വസ്റ്റ്യനെയർ കൊടുത്ത് സ്റ്റഡി നടത്താനൊന്നും കഴിയില്ല. അവർ ഇല്ലിറ്ററേറ്റ് ആണ്. അവർക്ക് നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യനെയർ നോക്കിയിട്ട് ആൻസർ ഒന്നും അവർക്ക് മാർക്ക് ചെയ്യാനുള്ളതൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒബ്സർവേഷൻ രീതിയായിരിക്കും, നമ്മൾ ടൂൾ ആയിരിക്കും ഉപയോഗിക്കുന്നത്.
പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ ട്രൈബൽ കമ്മ്യൂണിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റഡി നടത്തുന്നു, പഠനം നടത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കിട്ടുന്ന വിവരത്തെ നമുക്ക് എന്ത് ചെയ്യുന്നു, ദാറ്റ് ഈസ് ആ ഡേറ്റയെ നമുക്ക് പ്രോസസ്സിങ് ചെയ്യണം. ഈ പ്രോസസ്സ് ചെയ്യുന്ന മെത്തേഡ് ഡേറ്റ എഡിറ്റിംഗ്, ഡേറ്റ കോഡിംഗ്, ഡേറ്റ ക്ലാസിഫിക്കേഷൻ, ഡേറ്റ ടാബുലേഷൻ, ഡേറ്റ പ്രസൻറ്റേഷൻ, ഡേറ്റ മെഷർമെൻറ്റ്, ഇതൊക്കെയാണ് ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ സബ് ഡിവൈഡ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അടുത്ത ഡേറ്റ എക്സ്പോസിഷൻ ആണ്. ഹാസ് ദ ഫോളോയിങ് സബ് കാറ്റഗറീസ് ഉണ്ട്: ഡിസ്ക്രിപ്ഷൻ, എക്സ്പ്ലനേഷൻ, നരേഷൻ, കൺക്ലൂഷൻ ഓർ ഫൈൻഡിങ്, റെക്കമെൻഡേഷൻ ആൻഡ് സജഷൻസ്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡേറ്റ കളക്ട് ചെയ്തു, അത് നേരത്തെ പറഞ്ഞ ടാബ്ലറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ആണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഡേറ്റ അനാലിസിസ് ചെയ്ത് ഇപ്പോൾ ഒരു 56, 100, 120 സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്യുന്നു. ആ കളക്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു എത്തിച്ചേരുന്നു. ഡേറ്റയ്ക്ക് എക്സ്പോസിഷൻ എന്ന് ഡിസ്ക്രിപ്റ്റ് ചെയ്യുന്നു. കിട്ടിയ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നു, എഴുതുന്നു, എക്സ്പ്ലനേഷൻ നൽകുന്നു. അല്ലെ, ഇന്ന ഹൈപ്പോത്തീസിസുകൾ ശരിയാകാൻ കാരണം ഇന്ന കാരണങ്ങൾ ശരിയാണ്. അത് എക്സ്പ്ലനേഷൻ, നരേഷൻ, ദാറ്റ് ഈസ് കൺക്ലൂഷൻ, അല്ലെങ്കിൽ നമ്മൾ ഫൈൻഡിങ്സിലേക്ക് എത്തിച്ചേരുന്നു. നമ്മൾ എടുത്ത റിസർച്ച് പ്രോബ്ലം ദാറ്റ് ഈസ് ട്രൂ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിൻ്റെ മെയിൻ റീസൺ ഇതാണ്. ഹൈപ്പോത്തീസിസ് അല്ലെ, ഒന്നാമത്തെ രണ്ടാമത്തെ ഹൈപ്പോത്തീസിസ് ശരിയായി, അതിനുള്ള അങ്ങനെ കൺക്ലൂഷൻ ഫൈൻഡിങ്സിൽ എത്തിച്ചേരുന്നു, റെക്കമെൻഡേഷനിലേക്ക് എത്തിപ്പോകുന്നു. നമ്മൾ വെറുതെയാണോ സോഷ്യൽ റിസർച്ച് നടത്തുന്നത്? അല്ല, സോഷ്യൽ റിസർച്ച് നടത്തുന്നത് സമൂഹത്തിൽ ഒരു സോഷ്യൽ പ്രോബ്ലം ഉണ്ട് എന്ന് നമ്മൾ കാണുകയും ആ സോഷ്യൽ പ്രോബ്ലത്തെ കുറിച്ച് സോഷ്യൽ റിസർച്ചർ ഇറങ്ങിച്ചെന്ന് പഠനം നടത്തുന്നു. ആ പഠനം സയന്റിഫിക് വേയോടുകൂടിയാണ് പഠനം നടത്തുന്നത്. ഇങ്ങനെ പഠനം നടത്തിയതിനു ശേഷമാണ് റിസർച്ചർ എന്ത് ചെയ്യുന്നു, റെക്കമെൻഡേഷൻ നൽകുകയാണ് ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് ഈ ഒരു സോഷ്യൽ പ്രോബ്ലം ഉന്മൂലനം ചെയ്യാം, അവോയ്ഡ് ചെയ്യാം, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇതാണ് വളരെ പ്രധാനപ്പെട്ടത്. ആ റെക്കമെൻഡേഷൻ ഓർ സജഷൻസ് മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല എങ്കിൽ പോലും സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്ന പേപ്പറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൻ്റെ ബേസിക് ആയിട്ടൊരു ഇൻട്രോ മാത്രമാണ് ഞാൻ നൽകി പോയത്. ഇതിൽ പ്രധാനമായിട്ട് സ്റ്റെപ്പ് ഓഫ് റിസർച്ച് പ്രോസസ്സിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തത്. ഈ സ്റ്റെപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയതേ ഉള്ളൂ. ഓക്കെ, റിവ്യൂയിങ് ഓഫ് ലിറ്ററേച്ചർ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നു. ഹൈപ്പോത്തീസിസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഡേറ്റ കളക്ഷൻ, പ്രൈമറി ഡേറ്റ ആൻഡ് സെക്കൻഡറി ഡേറ്റ ഉണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ PV യങ് പറയുന്നത് പോലെ സോഷ്യൽ റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഡിസ്കവറിംഗ് ന്യൂ ഫാക്ട്സ്, വെരിഫൈങ് ഓൾഡ് ഫാക്ട്സ്, their sequences, interrelationship, causal explanation which are govern them. ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നതാണ് ഏതെന്ന് പറയുന്നത് സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്നത്. ഈ ഒരു ഡെഫിനിഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ കൂടിയാണ്. അത് മനസ്സിലാക്കി വയ്ക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വയ്ക്കുക. കാരണം ഇതിൻ്റെ ഓരോ ടേംസും കട്ട് ചെയ്ത് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള മേഖല ആയതുകൊണ്ടാണ് ആ രീതിയിൽ തന്നെ പഠിക്കുവാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് നിങ്ങളെ ക്ലാസ്സിനെ കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഒപ്പം എന്തെങ്കിലും പ്രൊബേഷൻ ഓഫീസറിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കാണുന്ന അല്ലെങ്കിൽ കമൻസിൽ കാണുന്ന ഫോൺ നമ്പറുമായിട്ടോ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമ്മളൊരു ഇൻട്രോ മാത്രമാണ് നൽകിയത്. മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സുമായിട്ട് നമുക്ക് എത്താം. അപ്പം വീണ്ടും നമുക്ക് യൂട്യൂബിൽ കൂടിയൊക്കെ കാണാം. എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.